ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് കുറെ കൊല്ലം, ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുന്നാണ്. 4 വർഷത്തിലേറെയായി. അതെ, ഞാൻ പറയാൻ വന്നത്, ഞാൻ വാർഡ് തല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നൊരു മെമ്പറാണ്. ആ വാർഡ് തല കമ്മിറ്റിയിലും പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികളിലും ഉണ്ടായിരുന്നു. വാർഡ് തലത്തിൽ വെറുതെ ഒരാളെ പിടിച്ചാക്കല്ലായിരുന്നു. അവിടുത്തെ സംഘടനകള്, റെസിഡൻഷ്യൽ അസോസിയേഷന്റെ സംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള്, ഇവരെ തെരഞ്ഞെടുത്ത് പിന്നീട് കില എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എങ്ങനെ ഇവരുടെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് നമ്മുടെ കിലയില് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിശ്ചയിക്കണം ഒരാളെ അതിദരിദ്രരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ചേർന്നിട്ട് ഈ ഓരോ വാർഡ് തലത്തിലും ഉള്ള ഈ അതിദരിദ്രരെ കണ്ടെടുക്കാനുള്ള പ്രോസസ്സ് തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്റെ വാർഡില് ഒരു അതിദരിദ്രതയില്ല. അപ്പൊ ചില വാർഡുകളിൽ ഈ വാർഡ് മെമ്പർമാരെ എന്ത് ചെയ്തെന്നറിയോ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഈ രോഗാവസ്ഥയിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കേണ്ട പൈസകൾ അങ്ങനെ കിട്ടേണ്ട ആളുകളൊക്കെ കയറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 78-80 പേരോളം ഉള്ള പഞ്ചായത്ത് തലത്തിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ പറഞ്ഞു പറ്റില്ല, ഇതിന് അർഹതമായ ഈ മാനദണ്ഡം വെച്ചിട്ട് കിട്ടാവുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണേ കൊടുക്കാം. അങ്ങനെ സോർട്ട് ചെയ്ത് വന്നപ്പോ 13 പേരാണ് എന്റെ പഞ്ചായത്തിൽ നിന്ന് 13 പേരാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയായിരുന്നു ശ്രീ സുരേന്ദ്രൻ, എന്തായാലും ഇതിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ അതിദരിദ്രരെ കണ്ടെത്താനുള്ള ഉപയോഗിച്ച മാർഗങ്ങൾ? അതില് ഇപ്പൊ ചില ആൾക്കാർ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ വാർഡിലല്ല, എന്റെ പഞ്ചായത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതാണ്. പക്ഷെ അവൻ ഭക്ഷണമൊക്കെ ഏതെങ്കിലും ചെറിയൊരു അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർ എന്തായാലും ഭക്ഷണം കൊടുക്കും. അങ്ങനെ പക്ഷെ ഇതിനുള്ള ഏറ്റവും മാനദണ്ഡം അദ്ദേഹത്തിന് ഒരു വീടും അമ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ പെടില്ല. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു അദ്ദേഹത്തിന് മറ്റേ വൈറ്റ് കാർഡ് ഉണ്ടെന്ന്. വൈറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു രേഖ, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് ഒരു രേഖയോ ഒരു ഐഡന്റിറ്റിയോ ഇല്ലാത്ത ഈ ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാർ. നേരത്തെ വൈറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് അയാൾക്ക് ഐഡന്റിറ്റി ഉണ്ട്. ഒരു വൈറ്റ് കാർഡ് ആവണമെങ്കിൽ അതിന് മാനദണ്ഡങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതെങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുക? അതിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്തുകൾ മാത്രമല്ല, ഇത് BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. അവിടെ നിന്നൊക്കെ ഈ റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സാറ് പറഞ്ഞ മാതിരി ഇപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വാർഡ് മെമ്പർ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം, ഇവര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ആ വാർഡ് മെമ്പറെ സംബന്ധിച്ച് അങ്ങനെ സുരേന്ദ്രൻ, അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഇങ്ങനെയുള്ള ആളുകളൊക്കെ, പലതരത്തിൽ രേഖകളില്ലാത്ത ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും കുറഞ്ഞ അളവിലെങ്കിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം. അവർ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാവണമെന്നില്ല. അപ്പോൾ വാർഡ് മെമ്പറുടെ കുഴപ്പം ഇതൊക്കെ ഒരു തുടർച്ചയായ പ്രക്രിയ ഇനിയും വേണ്ടതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതെ, ഇനിയിപ്പോ ആരെങ്കിലും വിട്ടുപോയെങ്കിലും ഇതിൽ ചേർക്കാവുന്നതേ. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ഇന്നുള്ള ആള് ചിലപ്പോ അതിദരിദ്രരായിട്ട് മാറാം. ഈ പറഞ്ഞ മാതിരി ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ വരാം. അവരെയും കൂടി ഇതിൽ ചേർക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ഓക്കെ. സുരേന്ദ്രൻ എന്തായാലും ആ പ്രക്രിയയിൽ പങ്കെടുത്ത ഒരാൾ കൂടി എന്ന നിലയ്ക്ക് ഇതെവിടെ എങ്ങനെ നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അങ്ങനെ പങ്കെടുത്ത ഒരാൾ തന്നെ എന്ന നിലയ്ക്കാണ് ഈ വിശദീകരിച്ചത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് വസ്തുതയാണോ അതോ PR ആണോ? ഇത് PR ആണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഇത് PR ആണ് എന്ന് പറയുന്നത്? സാർ, എത്ര ഈ മഞ്ഞക്കാർഡുള്ള എത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിദാരിദ്ര്യരായിട്ട്. ഇപ്പൊ നമുക്ക് അറിയാം, ഈ ഊരുകളിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ എത്ര മാത്രം കഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇതിപ്പോ നമ്മൾ നേരത്തെ സമ്പൂർണ്ണ വൈദ്യുതി കേൾക്കണം. എത്ര വീടുകളുടെ സമ്പൂർണ്ണമല്ലാതെ സമ്പൂർണ്ണ സാക്ഷരത ഒരക്ഷരം പോലും പറയാൻ അറിയാത്തവരില്ലേ? ശ്രീ സന്തോഷ്, ഈ സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുന്നത് 100 പേരിൽ 100 പേരും സാക്ഷരരാകുമ്പോഴോ അല്ലെങ്കിൽ 100 വീടുകളുണ്ടെങ്കിൽ 100 വീടുകളിലും വൈദ്യുതി എത്തുമ്പോഴോ അല്ല. അതിനൊരു നിശ്ചിത ശതമാനം വെക്കും. ആ ശതമാനത്തിന് മേൽ ഉണ്ട് എങ്കിൽ അവിടെ, അല്ലാതെ ഇപ്പോൾ എല്ലായിടത്തും കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറഞ്ഞ് ഇന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. നാളെ എൻ്റെ വീട്ടിൽ കറണ്ട് ചാർജ് അടച്ചില്ല, കറണ്ട് കട്ടായപ്പോൾ എനിക്കത് അടയ്ക്കാനുള്ള ശേഷിയില്ല, എൻ്റെ വീട്ടിലെ വൈദ്യുതി പോയില്ലേ. അല്ലെങ്കിൽ മറ്റേ പുതുതായിട്ടൊരു ഒരാൾ വീട് വെക്കുന്നു, അയാൾക്ക് വൈദ്യുതി കിട്ടിയില്ല. അങ്ങനെയൊക്കെ പല പല കാരണങ്ങളാൽ, അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നു. അതൊന്നും അത്തരം ചെറിയ ശതമാനത്തെ, അതെല്ലാം ആ ശതമാനം കുറച്ചാണ്. സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞാൽ 100-ൽ 100 പേരും അക്ഷരം പഠിക്കുക എന്നുള്ളത്. 90-92 വേണ്ടാണ്, കൃത്യം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്രയും പേർക്ക് ഇത് കിട്ടിയാൽ കഴിഞ്ഞാൽ അതിനെ സമ്പൂർണ്ണമെന്ന് പറയാം.
സാറ് ഇപ്പം പറഞ്ഞ കറണ്ട് കിട്ടി, കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കട്ടായി, അതല്ലല്ലോ സമ്പൂർണ്ണ ഇത് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നം പറഞ്ഞ വൈറ്റ് കാർഡ്, അത് APL ആണ്, അതിന് 2 കിലോ കിട്ടുള്ളൂ, മഞ്ഞക്കാർഡിനെ കിട്ടുള്ളൂ. പിന്നെ പിങ്കിനും ഇങ്ങനെയൊക്കെ പിന്നെ കൂടുതൽ അരി കിട്ടുള്ളൂ, ഈ APL നിന്നും കിട്ടൂല. അതൊക്കെ ഇപ്പൊ സാമ്പത്തിക നിലയിൽ ഭദ്രതയുള്ളവരാണ്. പിന്നെ എനിക്ക് പിന്നെ ഇതിലെന്ന് വെച്ചാൽ അർഹതയില്ലാത്ത ഒരുപാട് ആൾക്കാർ കയറുന്നിട്ട് പറയാം. ഒന്നാമത് ഇത്രയൊന്നും ഈ മഞ്ഞക്കാർഡുകാരില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ നേരത്തെ റേഷൻ കടയിൽ പോകുന്ന സമയത്ത് ഈ കാറിൽ വന്ന് അതിൽ സ്വർണ്ണ വളയും അതും ഇതൊക്കെ ഇട്ട് വന്ന് നല്ല നല്ല ഇതിൽ വന്ന ആൾക്കാർ വരെ മഞ്ഞക്കാർഡും കൊണ്ടാണ് പോകുന്നത്. കാരണം അതിലെ രാഷ്ട്രീയ ബേസിലൊക്കെ അവരെല്ലാം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇഷ്ടംമാരെയുണ്ട്. പിന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയാണ്, കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇതേപോലെ അർഹതയില്ലാത്ത എന്തോ സ്വൽപ്പന്റെ കേസിൽ തന്നെയാണെങ്കിൽ ഒരു വീട്ടിലെ ഒരു സ്ത്രീ, കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ വേറൊരാളായിട്ട് ഒരു പ്രേമത്തിലായി, അങ്ങനെ അവര് പ്രശ്നമായി, ലാസ്റ്റ് അവർ ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ കേസിലേക്ക് വന്നു. കാരണം എന്താ? സന്തോഷം, അങ്ങനെയൊക്കെയുള്ള വീഴ്ചകളൊന്നും ഈ സമൂഹത്തിന്റെ കണക്കെടുപ്പുകളിൽ ഇല്ല എന്നല്ല പറയുന്നത്. അത്തരം വീഴ്ചകളൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ കണക്കെടുപ്പുകളിലുണ്ട്. അർഹതയില്ലാത്ത പലരും അർഹതയില്ലാത്ത കാർഡുകൾ വാങ്ങുകയും അർഹതയുള്ള പലരും അതിന് പുറത്തു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇതൊക്കെ നിരന്തരം വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും, അല്ലാതെ ഞങ്ങൾ മറ്റുള്ളവരുടെ അനീതി കണ്ടാൽ മിണ്ടാതിരിക്കുമെന്ന് പറയുകയല്ല. അനീതി ഉണ്ടെങ്കിൽ അനീതിയാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാം മോശമാണെന്നല്ല പറയുന്നത്, എല്ലാം നല്ലതാണെന്നും പറയാൻ കഴിയില്ല. അത്തരം അനീതിയൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഞാനെല്ലാം മോശമാണെന്നല്ല, അല്ലല്ല, ഒരിക്കലും പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞില്ല. ഞാനും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ശ്രീ ഉസ്മാനാണ് കായംകുളത്ത് നിന്നാണ്. ശ്രീ ഉസ്മാൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനത്തെ? സാറേ, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് 1 മണിക്കൂർ വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരുപാട് പേർ വിളിക്കുന്നതുകൊണ്ടാണ് ശ്രീ ഉസ്മാൻ. അതുകൊണ്ട് ഇന്നലെ 5-6 പ്രാവശ്യം വിളിച്ച് ബെല്ലടിച്ചിട്ട് എടുത്തിട്ടില്ല. അത് എടുക്കാത്തല്ല ശ്രീ ഉസ്മാൻ, നമ്മള് 4 പേരെ വരെ ലൈനിൽ നിർത്തും ഒരു സമയം. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ പോകുന്നതനുസരിച്ച് അടുത്ത ആളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 2500 രൂപ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ നമുക്ക് 2000 രൂപയാണ് കിട്ടിയത്. 2000 രൂപ കിട്ടിയോ? അതുകൊണ്ട് തന്നെ ഈ റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട് ഈ മഞ്ഞക്കാർഡുള്ള ആൾക്കാർ. പക്ഷെ അതിനകത്ത് 4 പേര് ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ അവർക്ക് കിട്ടുന്നത് ഈ പിന്നെ താങ്കൾ അത് ചൂണ്ടിക്കാണിച്ച ഒരു പരാതി കൃത്യമായും കൊടുക്കണം. അതല്ല, മഞ്ഞക്കാർഡ് കിട്ടുന്നവര് ആ റേഷൻ മേടിച്ചിട്ട് കോഴിയെ കൊടുക്കാനും ഇവിടെ കിടക്കാനും ആൾക്കാർ. അങ്ങനെ അനധികൃതമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പരാതി കൊടുക്കുക തന്നെ വേണം. അവിടെ നോക്കി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ക്രിമിനൽ പ്രവർത്തനം കണ്ടിട്ട്, ഒരു അനീതി കണ്ടിട്ട് നിങ്ങൾ മൗനമായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് പോലെയാണ്. സാറേ, ഇപ്പൊ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവിടുത്തെ പ്രചരണം കോൺഗ്രസ്സുകാർ നടത്തുന്നത് എന്താണെന്നറിയോ? ഒരു വീട്ടിൽ ഒരു ഗവൺമെന്റ് ജോലിയും 2500 രൂപ അവിടുത്തെ കുടുംബിനികൾക്കും. ബീഹാറിലെ കാര്യം ശ്രീ ഉസ്മാൻ, നമുക്ക് തൽക്കാലം കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യാം. നമുക്ക് ശ്രീ ജനാർദ്ദനാണ് വയനാട് നിന്നും. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം വസ്തുതയാണോ PR ആണോ? അത് വസ്തുത തന്നെയാണ്. അത് നല്ല കാര്യമാണ് ചെയ്തത്. അത് നല്ല കാര്യം വെച്ചാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അതിരാതിരെ കണ്ടെത്തിയിട്ട് തന്നെയാണ് ആ തീരുമാനം എടുത്തത്. അത് നല്ല കാര്യം തന്നെയാണ്. ഗവൺമെന്റ് എല്ലാ ജനങ്ങളും താഴെ തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിട്ട്. ഇന്നിപ്പോ എല്ലാവർക്കും ഒരു വീതം ജീവിക്കാനുള്ള നിവൃത്തിയുണ്ട്. അതുകൊണ്ട് അത് ചെയ്ത് ഗവൺമെന്റ് നല്ല കാര്യമാണ്. ഇനി അതിൽ പോരായ്മ വന്നിട്ട് പരിഹരിക്കാമെന്ന് ഗവൺമെന്റ് മന്ത്രി രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും തീരുമാനം സർക്കാർ എടുക്കും. അത് നല്ല തീരുമാനം. ശ്രീ ജനാർദ്ദനാണ്. ശ്രീ ബാലകൃഷ്ണൻ